ഡിയർ ഫ്രണ്ട്സ്, എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ നിങ്ങളുടെ സ്വന്തം ജെനു ടോക്കീസ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് എടുക്കുന്ന ഒരു വീഡിയോ ആണ്, ഒരു റിക്വസ്റ്റ് വീഡിയോ ആണ്. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ മോള് പേരെന്താണ്, മിൻഹ ഫാത്തിമ, നമുക്കൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ഒരു നീണ്ട ഒരു കമൻറ്റാണ്. ആളുടെ ലൈഫ് ആൾക്കുണ്ടായ ഒരു സ്കേറി ആയിട്ടുള്ളൊരു ഇൻസിഡൻ്റ് ആണെന്ന് തോന്നുന്നു. വിശദീകരിച്ച് നമുക്ക് എന്താ പറയുക ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ഓൾസോ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ചേച്ചി ഇതൊരു ഷോർട്സ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോ ആയിട്ടോ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കരുതി പാവം കുഞ്ഞുകുട്ടിയിൽ പിന്നെ നമുക്ക് നോക്കാം ഇതിലെന്താണ് വല്ല രഹസ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒരുമിച്ച് തന്നെ നമുക്ക് വായിച്ചു നോക്കാം. സോ സ്കിപ്പ് ചെയ്യാതെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് കമൻറ്റ് വായിച്ചു നോക്കാം. എൻ്റെ സ്കൂളിൻ്റെ ബാക്കിൽ ഒരു വീടുണ്ട്. എല്ലാവരും പറയുന്നത് അതൊരു പ്രേത വീടാണ് എന്നാണ്. ആ വീട്ടിൽ ഒരു മൽബറി മരമുണ്ട്. ഞാൻ അവിടെ നിന്നും കുറേ പ്രാവശ്യം മൽബറി പറിച്ചിട്ടുണ്ട്. ഓക്കെ, എനിക്ക് മൽബറി ഭയങ്കര ഇഷ്ടമാണ്. ആ വീടിന് ഒരു കഥയുണ്ട്. അവിടെ ഒരു ഉപ്പയും ഉമ്മയും ഉണ്ടായിരുന്നു. അവർക്ക് 3 പെൺമക്കളുണ്ടായിരുന്നു. 3 പേരും കല്യാണം കഴിച്ചു. അവർ അവരുടെ ഭർത്താവിൻ്റെ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, ഉമ്മയും ഉപ്പയും മാത്രം ആ ഒരു വീട്ടിലുണ്ടായിരുന്നു. ഓക്കെ, ഉമ്മയും ഉപ്പയും മാത്രം ഒറ്റയ്ക്കാണ് അവർ താമസിക്കുന്നത്. കുറച്ച് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ട്. ഇറ്റ്സ് ഓക്കെ. ഒരു ദിവസം ആ ഉപ്പ മരിച്ചു കിടക്കുന്നത് കണ്ട് ആ ഉമ്മ ബോധം കെട്ട് മരിച്ചുപോയി. ഒരു ദിവസം ഞാൻ അവിടെ മൽബറി പറിക്കാനായിട്ട് പോയി വരുമ്പോൾ ഈ വീട്ടിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കി. അപ്പോൾ ആ വീടിൻ്റെ ഉമ്മർത്ത് ഒരു ചെരുപ്പിരിക്കുന്നത് കണ്ടു. കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് അവിടെ ആ ചെരുപ്പ് ഉണ്ടായിരുന്നില്ല. മേ ബി അവിടെ എന്താ പറയുക വല്ല ക്ലീൻ ചെയ്യാനായിട്ട് ആരെങ്കിലും വന്നതായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഫാമിലി റിലേറ്റീവ്സ് ആരെങ്കിലും ആയിരിക്കാം, മക്കൾ ആരെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു പരിസരങ്ങളിലുള്ള ആരെങ്കിലും ജസ്റ്റ് വന്നതായിരിക്കുമല്ലോ അല്ലേ. കുഞ്ഞിനിത് തോന്നിയതായിരിക്കും എന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ ഇനിയിപ്പോൾ ആരെങ്കിലൊക്കെ സ്പീഡപ്പിൽ വന്ന് പോയിട്ടുണ്ടാവുമോ, അല്ലെങ്കിൽ വിത്തിൻ സെക്കൻഡ്സ് കണ്ട സാധനം പിന്നീട് കണ്ടില്ല എന്ന് പറയുമ്പോൾ എന്നാൽ അതിൽ കൂടെ ആരും പാസ് ചെയ്യുന്നതും നോട്ടീസ് ചെയ്തിട്ടില്ല. എന്തെങ്കിലുമൊക്കെ ഒരു വശപ്പശകുണ്ടാവും. ഓക്കെ, അന്ന് രാത്രി എനിക്ക് ഉറക്കമുണ്ടായിരുന്നില്ല. എങ്ങനെ ഉറങ്ങും? ഡേറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ, 21/8/2024. അപ്പോൾ നമ്മുടെ മിൻഹ മോൾ ഈ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ട് കുറച്ച് പേടിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓൾസോ എന്താ പറയുക, ഇതിലെനിക്കൊരു സംശയമല്ല, എനിക്കൊരു ക്ലാരിറ്റി ഇല്ലാത്തത് എങ്ങനെയാണ് ഈ ഉപ്പ മരിച്ചത്. ഈ ഉപ്പ മരിച്ചു കിടക്കുന്നത് കണ്ട് ഈ ഉമ്മ പാനിക്കായി കുഴഞ്ഞ് വീണ് മരിച്ചു. അങ്ങനെയല്ലേ? അങ്ങനെ തന്നെ. ഓക്കെ, അപ്പോൾ ഈ ഉപ്പ എങ്ങനെ മരിച്ചു? പ്രായമായിട്ടായിരിക്കും എന്തായാലും മരിച്ചിട്ടുണ്ടാവുക. കാരണം 3 മക്കളെയും കല്യാണം കഴിപ്പിച്ചു വിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത്യാവശ്യം നല്ല പ്രായം ഉണ്ടാവും. ഓക്കെ, നോർമൽ ഡെത്ത് ആണെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ ഇങ്ങനെ മക്കളെല്ലാവരും കല്യാണം കഴിപ്പിച്ചു വിട്ട് ചിലപ്പോൾ അവർ സ്ഥലത്തൊന്നും ഉണ്ടാവില്ല, വേറെ പല സ്ഥലങ്ങളിലായിരിക്കാം. ആ ഒരു വീട്ടിൽ ഇപ്പോൾ ഉപ്പയും ഉമ്മയും മരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ആരും അവിടെ ശ്രദ്ധിക്കാനില്ല, ആരും നോക്കാനില്ല. സോ പഴകി കാട് പിടിച്ച് ഒരു പ്രേതാലയം പോലെയൊക്കെ ഒരു സെറ്റപ്പിൽ അതിപ്പോൾ കിടക്കണുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. സോ ഒരു കഥയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ആൾക്കാരുണ്ടാക്കിയ കഥയായിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ആ ഉപ്പയുടെ ഉമ്മയുടെ മരണത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു സംതിങ് ഉണ്ടായിരിക്കണം, ചെറിയൊരു മിസ്റ്ററി ലൈക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കണം. അതുകൊണ്ടായിരിക്കാം അങ്ങനെ പറയുന്നത്. പിന്നെ അവിടെ പോയിട്ട് മൽബറി പറിച്ചെന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല, ശ്രദ്ധിച്ച് പോയി പറിച്ചിട്ട് പറിക്കാൻ ഞാൻ പ്രോത്സാഹിപ്പിക്കില്ല. ഓക്കെ, ഇനി നമ്മുടെ ജെനു ടോക്കീസ് ചേച്ചി പറഞ്ഞിട്ടാണ് ഞാൻ പോയി പറിച്ചെന്ന് പറയരുത്. പറിച്ചോ, കുഴപ്പമില്ല, നിങ്ങൾ കുഞ്ഞുങ്ങളല്ലേ. എന്നാലും അവിടെ ആൾത്താമസം ഒന്നും അധികം ഇല്ലാതെ കാട് പിടിച്ചൊക്കെ കിടക്കണ പ്ലേസ് ആണെങ്കിൽ ഒരുപാട് ആവശ്യത്തേക്ക് അടുക്കണ്ട. പാമ്പ്, പഴുതാര അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവും. സോ ബി കെയർഫുൾ. എന്തായാലും കുഞ്ഞ് കെയർഫുൾ ആയിട്ടിരിക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു ലൈക്ക് സംതിങ് ഇൻസിഡൻസ് ഉണ്ടായ ആൾക്കാരുണ്ടെങ്കിലും എല്ലാവരും കെയർഫുൾ ആയിട്ടിരിക്കണം. കുരുത്തക്കേടൊന്നും കാണിക്കരുത്, മണ്ടത്തരമൊന്നും കാണിക്കരുത്. ഓക്കെ, പിന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സംതിങ് റോങ് തോന്നിയിട്ടുണ്ടെങ്കിൽ ഓൺ ദ സ്പോട്ട് ഒന്നും നോക്കണ്ട, തിരിഞ്ഞു പോലും നോക്കാണ്ട് ഓടിക്കൊള്ളണം. ഓക്കെ, നെഗറ്റീവ് എനർജി എന്ന് പറയുന്നത് വളരെ റിയൽ ആയിട്ടുള്ള കാര്യമാണ്. സോ എന്താ പറയുക, അതിലൂടെ കൂടുതലും നമുക്ക് പ്രശ്നങ്ങൾ മാത്രമാണ് ഉണ്ടാവുള്ളൂ. സോ എല്ലാവരും കെയർഫുൾ ആയിട്ടിരിക്കണം. അപ്പോൾ
അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള കുട്ടി കുട്ടി സ്കേറി ഇൻസിഡൻസ് നിങ്ങൾക്ക് എന്നോട് ഷെയർ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്തോളൂ.